കാസർഗോഡ് ശ്രീ സന്തോഷ്. സന്തോഷ് എങ്ങനെയാണ് ഏത് ടീമിനെയാണ് പിന്തുണയ്ക്കുന്നത്? ഞാൻ അർജന്റീന ആരാധകനാണ്. ഈ അർജന്റീനക്കെതിരെ വലിയ ആരോപണമാണല്ലോ, നിങ്ങൾ ഈ മെസ്സിയെ കൊണ്ട് കളിപ്പിക്കാനും അവിടെ ടിക്കറ്റ് വിൽക്കാനും ഒക്കെ വേണ്ടി എല്ലാം റഫറിമാരും ഫിഫ എല്ലാം കൂടെ ചേർന്ന് ഫിഫന്റീന എന്നൊക്കെയാണ് അർജന്റീനയെ കളിയാക്കുന്നത്. അല്ല, അത് നിങ്ങളെ ക്യാപ്ഷൻ തന്നെ രസകരമാണ്. കാരണം അർജന്റീന എഗെയിൻസ്റ്റ് മറ്റ് രാജ്യങ്ങളെന്നില്ലേ അത് തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോ ഏകദേശം എല്ലാ ടീമിന്റെ കളിയും കണ്ടതാണ്. നല്ല കളിയായിരുന്നു. മുൻനിര ടീമുകൾ മാത്രമല്ല, ചെറിയ ടീമുകൾ പോലും നല്ല കളിയായിരുന്നു ഇപ്പൊ വേൾഡ് കപ്പിൽ. അതെ, അതൊന്നും അംഗീകരിക്കാതെ അർജന്റീനക്കെതിരെ ഉള്ള ടീമും ഇപ്പോഴും ചെറിയ ടീമും അതേ ടീം തന്നെയാണ്. ഉദാഹരണത്തിന് കേപ്പ് വെർഡെ സ്പെയിനോടും ഉറുഗ്വേയോടെല്ലാം കളി നമ്മൾ കണ്ടതാ. രണ്ടുപേരെയും ഒരാളെ ഗോളിന്റെ സമനിലയിലും ഉറുഗ്വേ 2-2 എന്ന സമനിലയിലും പിടിച്ച ടീമാണ്. അതുപോലെ തന്നെയാണ് ജർമ്മനി. നല്ല ടീമല്ലേ ജർമ്മനി ഇക്വഡോറോടും പരാഗ്വേയോടൊക്കെ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടു. ഇതൊന്നും അത് കാണാതെ അർജന്റീനക്കെതിരെ മാത്രം ഒരു ചെറിയ ടീം ആണ് അത് ഫിഫ അർജന്റീന സഹായിക്കുന്നു. പക്ഷെ അർജന്റീന കളിച്ചിട്ടാണ് ഗോളടിക്കുന്നത്. ഇതൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ എന്തൊക്കെയോ എന്താ പറയാ, എങ്ങനെയെങ്കിലും അർജന്റീന ഒന്നും തോറ്റു കിട്ടണം, അത്രയും മാത്രമേ ഇപ്പം മറ്റ് എല്ലാ ടീമുകൾക്കും ഉള്ളൂ. ഇപ്പം പുറത്തുപോയ ടീമായാലും ഞാനിപ്പോ ബ്രസീലിന്റെ എല്ലാ കളിയും കണ്ടതാണ്. അവസാനത്തെ കളി ബ്രസീൽ ജയിക്കണം ആഗ്രഹിച്ച, അതായത് അർജന്റീനയും ബ്രസീലും ഈ സെമിയിൽ വരണം ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷെ വന്നില്ല. പക്ഷെ മറ്റ് ആരാധകർ അങ്ങനല്ലേ, എങ്ങനെയെങ്കിലും അർജന്റീനയും അല്ലെങ്കിൽ മെസ്സിനെയും കുറ്റം പറയണം, അർജന്റീന തോക്കണം. ഈ ഒരൊറ്റ ചിന്ത കൊണ്ടാണ് എല്ലാവരും കളി കാണുന്നത്. ശരി, ശ്രീ അയ്യപ്പൻകുട്ടിയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ അയ്യപ്പൻകുട്ടി, താങ്കൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ വേൾഡ് കപ്പ് ഒക്കെ കാണാറുണ്ടോ? ശരി, അപ്പം താങ്കൾ ഏത് രാജ്യത്തെയാണ് പിന്തുണയ്ക്കുന്നത്? ഹലോ, താങ്കൾ ഏത് രാജ്യത്തെയാണ് പിന്തുണയ്ക്കുന്നത്? ഞാൻ അർജന്റീന. ഇപ്പൊ വിളിക്കുന്ന എല്ലാ അർജന്റീന ആരാധകരാണ്. നിങ്ങൾക്കെതിരെ വലിയ പരാതിയാണല്ലോ. നിങ്ങൾക്കെതിരെ വലിയ പരാതിയാണല്ലോ, നിങ്ങളെങ്ങനെ ജയിപ്പിക്കുകയാണ്, നിങ്ങൾ കളിച്ച് ജയിക്കുന്നതല്ലെന്നാ പറയുന്നത്, ശരിയാണോ? ഇന്നത്തെ കളി എന്തായിരുന്നു? ഇന്നത് തന്നെ പറ. അല്ല, ഈ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ അരകൾക്ക് വേണ്ടി ഫിഫ നിൽക്കുന്നു, ഫിഫന്റീന, മെസ്സിക്ക് ഒരു കപ്പ് കൂടി പദ്ധതി, റഫറിമാരെല്ലാം 12 പേരാണ് കളിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അത് ഓക്കെ, സമ്മതിച്ചു. അതങ്ങനെ പറയുകയാണെങ്കിൽ ഇന്ന് എന്തിന് എക്സ്ട്രാ ടൈം വരെ പോയത്? പറഞ്ഞോളൂ. ഹലോ, ഇന്ന് എക്സ്ട്രാ ടൈം വരെ അങ്ങനെ പോകണ്ടായിരുന്നല്ലോ. എന്നാ പിന്നെ നേരത്തെ അങ്ങ് തീർത്തനായിരുന്നു. ഒരു വിശ്വാസ്യതയ്ക്ക് വേണ്ടി ഇങ്ങനെ എക്സ്ട്രാ ടൈം വരെ കൊണ്ടുപോയതൊക്കെ പറയുന്നുണ്ട് ആളുകൾ. പിന്നെ ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ. അതാണ് ഇന്നത്തെ കളിയൊക്കെ കളിയായിരുന്നു. പിന്നെ സ്വന്തപരമായിട്ടുള്ള കളി അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അത് സൂപ്പർ കളിയായിരുന്നു. അതെ, ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സുകുമാരനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ സുകുമാരൻ, താങ്കൾ എങ്ങനെയാണ്, ഏത് രാജ്യത്തെ പിന്തുണയ്ക്കുന്ന ആളാണ്? ഞാൻ ഏത് രാജ്യത്തെ പിന്തുണക്കുന്നില്ല സാറേ, എല്ലാ രാജ്യത്തിന്റെ കളിയും ഞാൻ കാണും. എന്നാലും ഏത് രാജ്യത്തിന് കപ്പ് കിട്ടണമെന്നാണ് താങ്കളുടെ ഒരു ആഗ്രഹം? കപ്പ് കിട്ടണമെന്നല്ല, ജയിക്കുന്ന പാർട്ടിക്ക് കപ്പ് കിട്ടണം എന്നല്ലാണ്ട് മറ്റൊരു രാജ്യത്തിന് നമ്മൾ പറയുന്നില്ല. കളിക്കാരോട് വല്ലവരോടും പ്രത്യേക ഇഷ്ടമുണ്ടോ? എല്ലാ കളിക്കാരും ഇഷ്ടം തന്നെയാണ്. എല്ലാവരും ഇഷ്ടം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.